ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ വിചാരണ നടപടികൾ ആരംഭിച്ചു. കൊല നടക്കുന്ന സമയത്ത് വന്ദനയ്ക്കൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സഹപാഠി ഡോക്ടർ മുഹമ്മദ് ഷിബിനെയാണ് ആദ്യ ദിനം വിസ്തരിച്ചത്. സാക്ഷി പ്രതിയെ കോടതിയിൽ തിരിച്ചറിഞ്ഞു. 2023 മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് കുടവട്ടൂർ സ്വദേശി സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയത്. 131 സാക്ഷികളുള്ള ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ ആദ്യത്തെ 50 സാക്ഷികളുടെ വിസ്താരമാണ് ബുധനാഴ്ച കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. തന്റെ മാനസിക നില പരിശോധിക്കണമെന്ന സന്ദീപിന്റെ ഹർജിയിൽ പരിശോധന നടത്തി മാനസിക നിലയിൽ തകരാറില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതിനു പിന്നാലെയാണ് വിചാരണ നടപടികൾ തുടങ്ങിയത്. കൊലപാതക സമയത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വന്ദനയ്ക്കൊപ്പമുണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് ഷിബിനാണ് കേസിലെ ഒന്നാം സാക്ഷി. സന്ദീപ് തന്നെയാണ് കൊലയാളിയെന്ന് പ്രതിയെ ചൂണ്ടി ഷിബിൻ കോടതിയിൽ വ്യക്തമാക്കി. ഒരടിയോളം വലിപ്പമുള്ള സ്റ്റീൽ നിറത്തിലുള്ള കത്രിക ഉപയോഗിച്ച വന്ദനയുടെ പുറത്തും തലയിലും സന്ദീപ് കുത്തിയെന്ന് ഷിബിൻ കോടതിയിൽ പറഞ്ഞു. വിസ്താരത്തിനൊപ്പം തന്നെ ക്രോസ് വിസ്താരവും ആരംഭിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. കേസിന്റെ വിചാരണ നടപടികൾ പരമാവധി താമസിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയുള്ള നടപടികളാണ് പ്രതിഭാഗത്തു നിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ പരമോന്നത കോടതിയുടെ വരെ ഇടപെടൽ ഈ കേസിനകത്ത് ഉണ്ടായതിനെ തുടർന്നാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ കേസിന്റെ വിചാരണ ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ സാക്ഷിമൊഴികൾ ഒന്നിച്ച് രേഖപ്പെടുത്തിയ ശേഷം മാത്രം ക്രോസ് വിസ്താരം നടത്തിയാൽ മതിയെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ നൽകി. ഒന്നാം സാക്ഷിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം ആരോപിച്ചു. പോലീസിന് കൊടുത്ത FI സ്റ്റേറ്റ്മെന്റിലും ഇപ്പോൾ കോടതിയിൽ കൊടുത്ത മൊഴിയിലും വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ എന്താണ് എന്ന് കോടതിയിൽ നമ്മൾ വിശദമായിട്ട് ചോദ്യം ചെയ്യും. സാങ്കേതിക വിദഗ്ധന്റെ സഹായത്തോടെ CCTV ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കണമെന്ന ആവശ്യവും പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ട്. CBI അന്വേഷണത്തെ കോടതിയിൽ എതിർത്ത് സർക്കാരിനെതിരെ പ്രതിഷേധമുയർത്തിയ വന്ദനയുടെ പിതാവ് മോഹൻദാസ് നിലപാട് മയപ്പെടുത്തി. ഞങ്ങളുടെ കുടുംബം വരെ വഴി ആധാരമായി പോയി. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെ അങ്ങേയറ്റം വരെ മാക്സിമം ശിക്ഷ കിട്ടുന്നതിനുള്ള എല്ലാവിധ മാർഗങ്ങളും ഞങ്ങൾ ചെയ്യും. വന്ദനയുടെ മാതാപിതാക്കളും പ്രതി സന്ദീപിന്റെ മാതാവും വിസ്താരത്തിന്റെ ആദ്യ ദിനം കോടതിയിലെത്തി. അമൃത ന്യൂസ്, കൊല്ലം.